ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ അനുമോൾക്ക് PR ഉണ്ടെന്ന്. അല്ലേ? PR എന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് 16 പേരെ PRന് ഏൽപ്പിച്ചിട്ടുണ്ട്. 16 പേർക്കായിട്ട് 12,00,000 രൂപ കൊടുത്തിട്ടുണ്ടെന്നും ഇനി 4,00,000 രൂപ വീതം കൊടുക്കാനുണ്ടെന്നും അത് വിന്നറാവുമ്പോൾ കൊടുക്കുമെന്നും പറഞ്ഞതായിട്ട് ബിന്നി ഇവിടെ പറയുന്നുണ്ട്. നൂറ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിവിൻ പറയുന്നുണ്ട്. പുറത്തുനിന്ന് വന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ അനുമോളുടെ PR ആയിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ എന്തുവാ അപ്പാനി ശരത്തിന്റെ PRകളാണ് വർക്ക് ചെയ്തതെന്നും അപ്പാനി ശരത്ത് പുറത്തു പോയപ്പം തനിക്ക് പേടിയുണ്ടെന്നും അപ്പാനി ശരത്തിന്റെ അതേ PR വർക്കേഴ്സാണ് തനിക്കും വർക്ക് ചെയ്യുന്നതെന്നും നമ്മുടെ ബിന്നി ഇവിടെ അനുമോള് ബിന്നിയോട് ആ മരത്തിന് ചുവട്ടിൽ നിന്ന് പറഞ്ഞതായിട്ട് ബിന്നി ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അനുമോള് സമ്മതിക്കുന്നില്ല. അനുമോള് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ ഉറപ്പിച്ചുകൊണ്ട് അതേ പ്രസ്താവന തന്നെ നിവിനോട് വേറെ പുറത്തുനിന്ന് വന്ന ആരോ പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. ഇതിപ്പം പി കാരണം എന്താന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ടാസ്കായിട്ട് ബിഗ് ബോസ് കൊടുത്തത് PR-ന്റെ ബലത്തിൽ നിൽക്കുന്നത് ആരെന്നും PR ഇല്ലാതെ സ്വന്തം കഴിവിൽ പ്രകാരം ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന ആരെന്നും ആണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പം PR-ന്റെ ബലത്തിൽ നിൽക്കുന്നത് അനുമോളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആദിലയും നൂറയും ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അനുമോള് PR ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നിവിനാണ് PR ഇല്ലാതെ നിൽക്കുന്നതെന്ന് പറയുന്നു. നിവിനും മാത്രമല്ല അനീഷും PR ഇല്ലാതെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദിലയും നൂറയും മാത്രമേ പറയുന്നുള്ളൂ അനുവിന് PR ഇല്ലാന്ന് പറയുന്നുള്ളൂ. പക്ഷെ നൂറ ഇതിനിടയിലൂടെ പറയുന്നുണ്ട് അനു പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മുടെ നൂറ പറയുന്നുണ്ട്. ലക്ഷ്മിയാണ് PR വർക്കോടെ നിൽക്കുന്നതെന്ന് ആദിലയും നൂറയും പറയുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് അനുമോളങ്ങ് കരച്ചിൽ തുടങ്ങി. ഇങ്ങനൊരു കാര്യം കേട്ടതിന് ശേഷം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബിന്നിയും കരച്ചിലാണ്. ബിന്നി പറയുന്നത് നമ്മൾ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ബിഗ് ബോസിൽ കളിക്കുമ്പോൾ പുറത്തുനിന്ന് PR-ന്റെ ബലത്തില് സുഖമായിട്ട് രക്ഷപ്പെട്ട് വിന്നറാവുന്നു. നമ്മൾ കഷ്ടപ്പെടുന്ന എല്ലാം വെറുതെ ആവുന്നെന്ന് ബിന്നി അവിടെ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ബിന്നി കരയുന്നുണ്ട്. അപ്പൊ അനുമോളെ കുറിച്ച് അക്ബർ പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ മിക്കവാറും ദിവസങ്ങളിൽ ലാസ്റ്റ് എപ്പിസോഡിൽ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അനുമോള് ഫുൾ പാക്ക് ചെയ്യത്തില്ലെന്ന്. ഒന്നും പാക്ക് ചെയ്യാതെ വളരെ കുറച്ച് മാത്രമേ പാക്ക് ചെയ്യത്തുള്ളൂന്ന്. എന്ന് വെച്ചാൽ അനുമോൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന്, താൻ പുറത്തു പോകത്തില്ലെന്ന്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ രാവിലെ നടന്ന മോർണിംഗ് ടാസ്കാണ്. അനുമോൾ ആകെ കരഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. എന്തായാലും കൊള്ളാം. PR വർക്കിന്റെ കാര്യം 16 പേരെയാണ് PR വർക്കിൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. 16 പേർക്കും തുക പറഞ്ഞിട്ടുണ്ട്. അനുമോള് പറയുന്നത് എനിക്ക് 16 പേർക്ക് 16,00,000 രൂപ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കടങ്ങളെല്ലാം തീർന്നേനെ. ഞാൻ ഈ ബിഗ് ബോസ് വരത്തില്ല എന്ന് പറഞ്ഞേനെ. പക്ഷെ മുമ്പൊക്കെ പല എപ്പിസോഡുകളിൽ നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തനിക്ക് PR ഉണ്ട് എന്ന്. അത് കാഷ്വലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിപ്പോ പുള്ളിക്കാരിക്ക് അബദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്.